ഹായ് ഫ്രണ്ട്സ്, പുതിയ ഒരു ഇതിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്തുണ്ടെന്ന് വെച്ചാൽ പുതിയൊരു റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ വീഡിയോമായിട്ടാണ് വന്നത്. നിലവിലെ റിക്രൂട്ട്മെൻറ്റ് വിളിച്ചിരിക്കുന്ന ആസം റൈഫിൾസിൽ നിന്നാണ്. ആസം റൈഫിൾസിലേക്കുള്ള ടെക്നിക്കൽ അതുപോലെ തന്നെ ട്രേഡ്സ്മാൻ റിക്രൂട്ട്മെൻറ്റ് ആപ്ലിക്കേഷൻ നിലവിൽ സ്റ്റാർട്ടായിരിക്കുകയാണ്. അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ ഈ വീഡിയോ നോക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളൊരു വീഡിയോ അവസാനം വരെ കാണുക. ആസം റൈഫിൾസിലേക്ക് ഒരു ജോലി ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ആസം റൈഫിൾസിലേക്ക് ഒരു ജോലി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു വീഡിയോ അവരിലേക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രിപ്ഷൻ വരുന്ന ബെല്ലൈക്കനിൽ ഓൾ എനേബിൾ ചെയ്താൽ മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോസ് നിങ്ങളുടെ ഫോണിൽ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ നമ്മൾ ടെലിഗ്രാം വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ടായിരിക്കുന്നതാണ്. നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. ഏതൊക്കെ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണെന്ന് നോക്കുകയാണെങ്കിൽ റിലീജിയസ് ടീച്ചർ, റേഡിയോ മെക്കാനിക്ക്, ലൈൻമാൻ ഫീൽഡ്, എഞ്ചിനീയർ എക്യുപ്മെൻറ്റ് മെക്കാനിക്ക്, ഇലക്ട്രീഷ്യൻ മെക്കാനിക് വെഹിക്കിൾ, റിക്കവറി വെഹിക്കിൾ മെക്കാനിക്ക്, അപ്ഹോൾസ്റ്റർ, വെഹിക്കിൾ മെക്കാനിക് ഫിറ്റർ, ഡ്രോട്ട്സ്മാൻ, ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ, പ്ലംബർ, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യന്, ഫാർമിസ്റ്റ്, എക്സ്റേ അസിസ്റ്റൻറ്റ്, വെറ്റിനറി ഫീൽഡ് അസിസ്റ്റൻറ്റ്, സഫായി തുടങ്ങിയ പോസ്റ്റിലേക്കുള്ള റിക്രൂട്ട്മെൻറ്റാണ് നിലവിൽ വന്നിരിക്കുന്നത്. ഇതിലേക്ക് മെയിൽസിനും അതുപോലെ തന്നെ ഫീമെയിൽസിനും ഒരുപോലെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കുന്ന ഡേറ്റുകൾ നോക്കുകയാണെങ്കിൽ 22 ഫെബ്രുവരി 2025 മുതൽ 22 മാർച്ച് 2025 വരെ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് എൻഡ് ബാറിന് അപേക്ഷിക്കുക. ഇനി നമുക്ക് റിക്രൂട്ട്മെൻറ്റ് മറ്റ് ഡീറ്റെയിൽസ് നോക്കാം. ആദ്യം വേക്കൻസി നോക്കുകയാണെങ്കിൽ റിലീജിയസ് ടീച്ചർ പോസ്റ്റിലേക്ക് ആകെ 3 വേക്കൻസിയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. റേഡിയോ മെക്കാനിക്ക് 17 വേക്കൻസി, ലൈൻമാൻ ഫീൽഡ് 8 വേക്കൻസി, എഞ്ചിനീയർ എക്യുപ്മെൻറ്റ് മെക്കാനിക്ക് 4 വേക്കൻസി, ഇലക്ട്രീഷ്യൻ മെക്കാനിക് വെഹിക്കിൾ 17 വേക്കൻസി, റിക്കവറി വെഹിക്കിൾ മെക്കാനിക്ക് 2 വേക്കൻസി, അപ്ഹോൾസ്റ്റർ 8 വേക്കൻസി, വെഹിക്കിൾ മെക്കാനിക് ഫിറ്റർ 20 വേക്കൻസി, ഡ്രോട്ട്സ്മാൻ 10 വേക്കൻസി, ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ 17 വേക്കൻസി, പ്ലംബർ 13 വേക്കൻസി, ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ 1 വേക്കൻസി, ഫാർമിസ്റ്റ് 8 വേക്കൻസി, എക്സ്റേ അസിസ്റ്റൻറ്റ് 10 വേക്കൻസി, വെറ്റിനറി ഫീൽഡ് അസിസ്റ്റൻറ്റ് 7 വേക്കൻസി, സഫായി 70 വേക്കൻസി. ഇങ്ങനെയാണ് ഓരോ പോസ്റ്റിലേക്കും വേക്കൻസി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ് നോക്കുകയാണെങ്കിൽ റിലീജിയസ് ടീച്ചർ പോസ്റ്റിലേക്ക് 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കാം. റേഡിയോ മെക്കാനിക് പോസ്റ്റിലേക്ക് 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കാം. ലൈൻമാൻ ഫീൽഡ് പോസ്റ്റിലേക്ക് 18 വയസ്സിനും 23 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കാം. എഞ്ചിനീയർ എക്യുപ്മെൻറ്റ് മെക്കാനിക്ക്, ഇലക്ട്രീഷ്യൻ മെക്കാനിക് വെഹിക്കിൾ പോസ്റ്റിലേക്ക് 18 വയസ്സിനും 23 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കാം. റിക്കവറി വെഹിക്കിൾ മെക്കാനിക് പോസ്റ്റിലേക്ക് 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കാം. അപ്ഹോൾസ്റ്റർ, വെഹിക്കിൾ മെക്കാനിക് ഫിറ്റർ തുടങ്ങിയ പോസ്റ്റിലേക്ക് 18 വയസ്സിനും 23 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കാം. ഇനി അടുത്ത ഡ്രോട്ട്സ്മാൻ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 18 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കാം. ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 18 വയസ്സിനും 30 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കാം. പ്ലംബർ പോസ്റ്റ് അതുപോലെ തന്നെ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 18 വയസ്സിനും 23 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കാം. ഫാർമിസ്റ്റ് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 20 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കാം. എക്സ്റേ അസിസ്റ്റൻറ്റ് 18 വയസ്സിനും 23 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കാം. വെറ്റിനറി ഫീൽഡ് അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 21 വയസ്സിനും 23 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കാം. സഫായി പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 18 വയസ്സിനും 23 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് അപേക്ഷിക്കാൻ സാധിക്കുക. ഇങ്ങനെയാണ് ഓരോ പോസ്റ്റിലേക്ക് വന്നിട്ടുള്ള അപേക്ഷിക്കാനുള്ള ഏജ് ലിമിറ്റ്. അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കുമ്പോൾ OBC കാൻഡിഡേറ്റ്സിന് 3 വർഷം വരെയും SC ST കാൻഡിഡേറ്റ്സിന് 5 വർഷം വരെയും ഏജ് റിലാക്സേഷൻ ഉണ്ടായിരിക്കുന്നതാണ്. 1 ജനുവരി 2025 ഈ ഒരു ഡേറ്റ് അടിസ്ഥാനമാക്കിയിട്ടാണ് ഏജ് ലിമിറ്റ് കണക്കാക്കപ്പെടുക. ഇങ്ങനത്തെ ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കാനുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുകയാണെങ്കിൽ റിലീജിയസ് ടീച്ചർ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഗ്രാജുവേഷൻ വിത്ത് മാധ്യമ ഇൻ സംസ്കൃത് ഉണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത റേഡിയോ മെക്കാനിക് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കേണ്ടതാണ്. കൂടാതെ ഡിപ്ലോമ ഇൻ റേഡിയോ ആൻഡ് ടെലിവിഷൻ ടെക്നോളജി അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് അല്ലെങ്കിൽ ടെലികമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ അല്ലെങ്കിൽ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ഡൊമസ്റ്റിക് അപ്ലയൻസ് തുടങ്ങിയ ഒരു സബ്ജക്റ്റിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അല്ലെങ്കിൽ മറ്റൊരു ക്വാളിഫിക്കേഷൻ പറയുന്നുണ്ട്, +2 പാസ്സായിരിക്കേണ്ടതാണ്. +2ൽ ഫിസിക്സ് കെമിസ്ട്രി മാത്സോടുകൂടി പാസ്സായിട്ടുള്ളവർക്കും അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത ലൈൻമാൻ ഫീൽഡ് പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിട്ടുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഇലക്ട്രീഷ്യൻ ട്രേഡിലുള്ള IT സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്.
ഇനി അടുത്ത എഞ്ചിനീയർ എക്യുപ്മെൻറ്റ് മെക്കാനിക് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കേണ്ടതാണ്. കൂടാതെ എഞ്ചിനീയർ എക്യുപ്മെൻറ്റ് മെക്കാനിക് ട്രേഡിലുള്ള IT സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇലക്ട്രീഷ്യൻ മെക്കാനിക് വെഹിക്കിൾ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് പാസ്സുള്ളവർക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. മോട്ടോർ മെക്കാനിക്കിലുള്ള IT സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത റിക്കവറി വെഹിക്കിൾ മെക്കാനിക് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കേണ്ടതാണ്. കൂടാതെ റിക്കവറി വെഹിക്കിൾ മെക്കാനിക്ക് അല്ലെങ്കിൽ റിക്കവറി വെഹിക്കിൾ ഓപ്പറേറ്ററിലുള്ള IT സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത അപ്ഹോൾസർ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കേണ്ടതാണ്. അപ്ഹോൾസറിലുള്ള IT സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത വെഹിക്കിൾ മെക്കാനിക് ഫിറ്റർ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കേണ്ടതാണ്. 10ാം ക്ലാസ്സിൽ ഇംഗ്ലീഷ്, മാത്സ്, സയൻസ് പഠിച്ചിരിക്കേണ്ടതാണ്. കൂടാതെ ഡിപ്ലോമ അല്ലെങ്കിൽ IT സർട്ടിഫിക്കറ്റ് ഈ ഒരു ട്രേഡിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത ഡ്രോട്ട്സ്മാൻ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ +2 പാസ്സായിരിക്കേണ്ടതാണ്. കൂടാതെ 3 വർഷത്തെ ഡിപ്ലോമ ഇൻ ആർക്കിടെക്ചറൽ അസിസ്റ്റൻഷിപ്പിൽ ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഡിഗ്രി ഉണ്ടായിരിക്കേണ്ടതാണ്. ഡിഗ്രി ഇൻ ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത പ്ലംബർ പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കേണ്ടതാണ്. ITയിൽ നിന്നും പ്ലംബർ ട്രേഡിലുള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ +2 പാസ്സായിരിക്കേണ്ടതാണ്. കൂടാതെ ഡിപ്ലോമ ഇൻ ഓപ്പറേഷൻ തിയേറ്റർ ടെക്നീഷ്യൻ സർട്ടിഫിക്കറ്റ് ഉണ്ടായിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി അടുത്ത ഫാർമസിസ്റ്റ് പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ +2 പാസ്സായിരിക്കേണ്ടതാണ്. ഡിഗ്രി അല്ലെങ്കിൽ ഡിപ്ലോമ ഇൻ ഫാർമസി ഉണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത എക്സ്റേ അസിസ്റ്റൻറ്റ് പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ +2 പാസ്സായിരിക്കേണ്ടതാണ്. ഡിപ്ലോമ ഇൻ റേഡിയോളജി പാസ്സായിട്ടുണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇനി അടുത്ത വെറ്റിനറി ഫീൽഡ് അസിസ്റ്റൻറ്റ് നോക്കുകയാണെങ്കിൽ +2 പാസ്സായിരിക്കേണ്ടതാണ്. 2 വർഷത്തെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് ഇൻ വെറ്റിനറി സയൻസിലുണ്ടെങ്കിൽ അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. കൂടാതെ 1 ഇയർ എക്സ്പീരിയൻസ് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കേണ്ടതാണ്. ഇനി അടുത്ത സഫായി പോസ്റ്റിലേക്ക് നോക്കുകയാണെങ്കിൽ 10ാം ക്ലാസ് പാസ്സായിരിക്കേണ്ടതാണ്. മറ്റൊരു ക്വാളിഫിക്കേഷനോ അല്ലെങ്കിൽ എക്സ്പീരിയൻസോ ഒരു IT സർട്ടിഫിക്കറ്റ് കാര്യങ്ങളൊന്നും പറയുന്നില്ല. 10ാം ക്ലാസ് പാസ്സായിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. ഇങ്ങനെയാണ് ഓരോ പോസ്റ്റിലേക്കും വന്നിട്ടുള്ള എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ പ്രൊസീജിയർ എങ്ങനെ നോക്കുകയാണെങ്കിൽ ആദ്യം ഫിസിക്കൽ ടെസ്റ്റ് ആണ്. ഫിസിക്കൽ ടെസ്റ്റ് പാസ്സാവുന്നവർക്ക് ട്രേഡ് ടെസ്റ്റാണ്. ട്രേഡ് ടെസ്റ്റ് പാസ്സാവുന്നവർക്ക് എക്സാമിനേഷനാണ്. എക്സാം പാസ്സാവുന്നവർക്ക് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന്, അതിനുശേഷം മെഡിക്കൽ ടെസ്റ്റ്. ഇങ്ങനെയാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് സെലക്ഷൻ പ്രൊസീജിയർ. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഫിസിക്കൽ ടെസ്റ്റിൽ എന്തൊക്കെ ഡീറ്റെയിൽസാണ് വരുന്നത് നോക്കുകയാണെങ്കിൽ മെയിൽ കാൻഡിഡേറ്റ്സിന് 5 കിലോമീറ്റർ റണ്ണിംഗ് ആണ്. 24 മിനിറ്റിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ഫീമെയിൽസിന് 1.6 കിലോമീറ്റർ റണ്ണിംഗ് ആണ്. 8 മിനിറ്റിനും 30 സെക്കൻഡിനുള്ളിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടതാണ്. ആകെ ഒരു കാര്യമാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റ് ഫിസിക്കൽ ടെസ്റ്റിൽ വരുന്നത്. ഇനി അടുത്ത ഈ ഒരു റിക്രൂട്ട്മെൻറ്റിലേക്ക് അപേക്ഷിക്കേണ്ട രീതി ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഓൺലൈൻ വഴി www.assamrifles.gov.in ഈ ഒരു സൈറ്റ് വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഈ ഒരു സൈറ്റ് വഴി അപേക്ഷിക്കാനുള്ള അവസാന തീയതി നോക്കുകയാണെങ്കിൽ 22 മാർച്ച് 2025 അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ്. അപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നവർ ലാസ്റ്റ് ഡേറ്റ് പറഞ്ഞ് അപേക്ഷിക്കുക. അതുപോലെ തന്നെ അപേക്ഷിക്കുമ്പോൾ ആപ്ലിക്കേഷൻ ഫീസും ഉണ്ടായിരിക്കുന്നതാണ്. ഏകദേശം ഗ്രൂപ്പ് B പോസ്റ്റ്, അതായത് റിലീജിയസ് ടീച്ചർ, ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ പോസ്റ്റാണ് ഗ്രൂപ്പ് B പോസ്റ്റായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 200 രൂപ ആപ്ലിക്കേഷൻ ഫീസായിട്ട് അടച്ചിരിക്കേണ്ടതാണ്. ഇതൊഴികെയുള്ള ബാക്കിയുള്ള പോസ്റ്റിലേക്കാണ് നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതെങ്കിൽ 100 രൂപ ആപ്ലിക്കേഷൻ ഫീസായിട്ട് അടച്ചിരിക്കേണ്ടതാണ്. എന്നാൽ മാത്രമായിരിക്കും നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്വീകരിക്കുകയുള്ളൂ. ഫീസ് അടയ്ക്കേണ്ടത് ബാങ്ക് അക്കൗണ്ട് വഴിയാണ്. അയക്കേണ്ട അഡ്രസ്സും അതുപോലെ തന്നെ അക്കൗണ്ട് നമ്പർ കാര്യങ്ങളെല്ലാം ഈ ഒരു ആർട്ടിക്കിളിൽ അല്ലെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ ഉണ്ട്. അപ്പോൾ അപേക്ഷിക്കേണ്ടവർ ഈ ഒരു ആർട്ടിക്കിൾ അല്ലെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്യുക. അതുപോലെ തന്നെ ഫീമെയിൽ കാൻഡിഡേറ്റ്സിന് അതുപോലെ തന്നെ SSC ST കാൻഡിഡേറ്റ്സിന് ഫീസ് ഉണ്ടായിരിക്കുന്നതല്ല. ബാക്കിയുള്ള എല്ലാ കാൻഡിഡേറ്റ്സും നിർബന്ധമായിട്ടും നിങ്ങളുടെ ഫീസ് അടച്ചിരിക്കേണ്ടതാണ്. പ്രധാനമായിട്ടും ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റിക്രൂട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ അല്ലെങ്കിൽ ഈ ഒരു ആർട്ടിക്കിൾ ചെക്ക് ചെയ്യുക. ഈ ഒരു ആർട്ടിക്കിളിലെ ലിങ്ക് എന്തായി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.